ഇത് കണ്ട, ആമസോണിൽ നിന്ന് ഹോം ഡെലിവറി ചെയ്യേണ്ട സാധനം ആമസോണിന്റെ 50,000ങ്ങളിലുള്ള നമ്മുടെ ഡിസ്പാച്ച് സെന്ററിൽ ചെന്നിട്ട് ഞാൻ സാധനം മേടിച്ചു. അപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ ഒന്ന് പൊട്ടിച്ച് കൺഫേം ചെയ്ത് നോക്കിയായിരുന്നു, MRP കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്ത് നോക്കിയായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് എന്താണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. കഴിഞ്ഞ 8-ാം തീയതി ഡെലിവറി ചെയ്യേണ്ട സാധനം ഇതിപ്പം 25-ാം തീയതിയായി. 3-4 ഡെലിവറീസ് അഡ്രസ്സ് ഇറക്കുന്ന രാത്രി 9 മണിക്കൊക്കെ, അത് വേറെ കാര്യം. അപ്പൊ ഇത് നോക്കിയേ, എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്, എല്ലാം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് മേടിക്കുന്നത്. അതിലാണ് ഇവർ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്. എനിക്ക് ഡെലിവറി ബോയ്സിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഒരാളെ ഇട്ട് വലിപ്പിക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യും. വെറുതെ നാളെ ഡെലിവറി ചെയ്യാം, നാളെ വരുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ട്, മറ്റന്നാൾ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറ, പോസ്റ്റ് ഉണ്ടാക്കുവാണെന്ന് പറ. ഇപ്പൊ അവിടെ ഓഫീസിലിരുന്ന ഒരു മാന്യന്മാരായതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും. ഞാൻ എന്നിട്ട് എനിക്കിത് എന്തിന്റെ ആവശ്യമാണ് ഞാൻ അവിടെ പോയി മേടിക്കേണ്ട കാര്യം? നിങ്ങൾ ഹോം ഡെലിവറി അല്ലേ പറയുന്നത്? പൈസ കൊടുത്ത് പ്രീപെയ്ഡ് ആയിട്ട് മേടിച്ച സാധനമാണ്. വളരെ മോശം പ്രവൃത്തിയാണ് ആമസോണിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനി ഞാൻ പരമാവധി ആമസോണിൽ നിന്ന് മേടിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാര്യം ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ, ഒരു ജനത നിങ്ങളായിട്ട് വലിപ്പിക്കുകയോ തരാതിരിക്കുകയോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയാതെ, ആ നാളെ വരും, മറ്റന്നാൾ വരും, പിന്നെ വരും എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ അവ പിടിച്ച പിടിയെ പിടിക്കണം. നമ്മൾ വിട്ടുകളയരുത്, നമ്മൾ പുറകെ അടങ്ങണം. നമ്മൾ അതിന്റെ കാര്യം നേടിയെടുക്കുന്നവരെ നമ്മൾ അതിന്റെ പുറകെ അടക്കണം. ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഇറങ്ങണം. ഇല്ലാത്ത വശം നമുക്ക് കിട്ടത്തില്ല. പണ്ടത്തെ പഴയഞ്ചൊല്ലി ഞാൻ ഒന്നുകൂടെ പറയാം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. നമ്മൾ അതിന്റെ പുറകെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാലേ നമുക്ക് എന്ത് സാധനമാണെങ്കിലും കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഒരുത്തം വലിപ്പിക്കുകയാണെങ്കിൽ അവന് വെറുതെ വിടരുത്, നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ കിട്ടിയില്ല എനിക്ക്, ഇവർക്ക് ക്യാൻസൽ ആക്കാൻ പറ്റിയ. ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് ഓഫീസിലുള്ളവരെ എല്ലാവരും കൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, സാധനം തപ്പിക്കൊണ്ടിരിക്കുക 1 മണിക്കൂറായിട്ട്. സാധനം എവിടെയാണെന്ന് അറിയാൻ മേല. അവസാനം ഞാൻ ഉൾപ്പെടെ കുറെ പേര് തപ്പിയിട്ട് ഈ സാധനം കിട്ടി. 11 കിലോ സാധനമാണ് അവർ തപ്പേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ആമസോണിന്റെ ഈ പ്രവൃത്തി ഇത് വളരെ മോശം ബിഹേവിയർ ആണ്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം ഞാൻ ഉൾപ്പെടെ ഉള്ള ജനത നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ മടിക്കും. പ്ലീസ്. ഇത് ആമസോൺ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ഞാൻ ആദ്യം പറഞ്ഞു. കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കസ്റ്റമർ റെസ്പോൺസ് ക്ലിയർ ആണ് സാർ, റേറ്റിംഗ് എടുക്കും സാർ. ഇതല്ലാതെ എന്ത് മണ്ണാങ്കട്ടിയാണ് നിങ്ങൾ പറയുന്നത്? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ആമസോൺ. താങ്ക് യു സോ മച്ച്.